നടിയെ ആക്രമിച്ച കേസിലെ 11ാം പ്രതിയായ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയാക്കിയാണ് വിധി പറയാൻ മാറ്റിയത്. കേസ് ഡയറി മുദ്രവച്ച കവറിൽ കോടതിക്ക് കൈമാറി. രാവിലെ 10:15 ആരംഭിച്ച വാദം 12:15ഓടെയാണ് അവസാനിച്ചത്. പ്രതിഭാഗത്തിന്റെ വാദത്തോടെയാണ് കോടതി നടപടികൾ ആരംഭിച്ചത്. 13 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തു. മാധ്യമ റിപ്പോർട്ട് മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തതെന്നും പ്രതിഭാഗം വ്യക്തമാക്കി. ഇരയായ നടിയുടെ പ്രസ്താവനയിലും ദിലീപിനെ സംശയിക്കുന്നില്ല. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ക്യാരവനിലാണ് താരങ്ങൾ വിശ്രമിക്കുക. ഇവിടെ എത്തി പൾസർ സുനി ദിലീപിനെ കണ്ടുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇവർ എന്താണ് സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നില്ല. ഈ കേസിൽ സംശയത്തിന്റെ നിഴലിൽ പോലും ദിലീപില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. സുനി ജയിലിൽ നിന്നയച്ച കത്ത് DGP കോടതിക്ക് കൈമാറി. ദിലീപ് സംഭവത്തിലെ കിങ് പിന്നാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എല്ലാ സാക്ഷിമൊഴികളും വിരൽ ചൂണ്ടുന്നത് ദിലീപിലേക്കാണ്. പ്രതികളെല്ലാം ഒരേ മൊബൈൽ ടവറിന് കീഴിൽ എത്തിയിരുന്നു. മാനേജർ അപ്പുണ്ണി ഒളിവിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. വീഡിയോ ദൃശ്യത്തിന്റെ യഥാർത്ഥ പകർപ്പ് കണ്ടെത്തിയിട്ടില്ല. പൾസർ സുനി 4 തവണ ദിലീപിനെ കണ്ടിട്ടുണ്ട്. അതിന് തെളിവുമുണ്ട്. സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ എത്തിയെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. കൊട്ടേഷന് അഡ്വാൻസായി 10,000 രൂപ കൊടുത്തുവെന്നായിരുന്നു വാദം. മീഡിയ 1 കൊച്ചി.